ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഞാനിന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കാനാണ്. ഒരു ബ്രെഡ് വെച്ച എഗ്ഗ് ബ്രെഡ് സാൻഡ്വിച്ച്, 3 മുട്ട ഇതുപോലെ ചീകി എടുത്തേക്കണതാണ്, പുഴുങ്ങിയിട്ട്. കേൾക്കുന്നുണ്ടാവോ? ഭയങ്കര മഴയാണ്. ഞാൻ അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞേക്കണതാണ് കേട്ടോ. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളകാണ്. അത് ഞാൻ പൊളിച്ചിട്ട് ചെറുതാക്കി തന്നെ, അതുകൊണ്ടാണ് ഇത്ര കാണുന്നത്. ഒരു 3-4 വേപ്പില, മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ 3-4 വേപ്പില ഇടുന്നതാണ്. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ്, തോരാത്ത മഴയാണ്. കുറച്ച് ക്യാപ്സിക്കം, ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി. ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, പച്ചമുളക് 2 ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ച് എരിവിരുന്നു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മല്ലിയില, നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ടു കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഞാൻ പുഴുങ്ങിയ മുട്ട വെച്ച് ഇപ്പം അടിച്ചെടുത്തതാണ് കേട്ടോ. പുഴുങ്ങിയ മുട്ടയെ കൊണ്ട് മയോണൈസ്, അതിൻ്റെ മഞ്ഞക്കുരു കൂടി ഇട്ട് അടിച്ചേക്കുന്നത് കൊണ്ടാണ് ഈ മഞ്ഞ കളർ. ബാക്കി ഒക്കെ പെർഫെക്റ്റാണ്. അപ്പം ഞാൻ മഞ്ഞയും കൂടി ഇട്ടുണ്ട് അടിച്ചു. വെള്ളം മാത്രം ഇടിക്കുകയാണെങ്കിൽ വെള്ള കളറായിട്ട് കിട്ടും. ഇത് മഞ്ഞയും കൂടി ഇട്ട് അടിച്ചത് കൊണ്ടാണ് ഇങ്ങനത്തെ കളർ. മയോണൈസാണ് കേട്ടോ. ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് മിക്സ് ചെയ്ത് വെച്ചേക്കണേ. അല്ല, മയോണൈസൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണതാണ്. മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബ്രെഡ് കൊണ്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. ബ്രെഡിൻ്റെ 2 ബ്രെഡ് വശത്തും സോസ്, ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. എൻ്റെ ഈ മിക്സ് കുറച്ച് ഒരു വശത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇതിങ്ങനെ കവർ ചെയ്യുക, പതുക്കൊന്ന് പ്രസ് ചെയ്യുക. ഞാനിങ്ങനെ ഒന്ന് മുറിക്കുന്നുണ്ട് കേട്ടോ. ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ഞാനതൊന്ന് പൊരിക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ. കുറച്ച് ബട്ടറിട്ട് പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ. പകുതി പൊരിക്കാണ്ട് എടുക്കണേ. ഇതിപ്പോൾ ബട്ടർ ഇട്ടേക്കണതാണ്. എഗ്ഗ് ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പൊരിക്കാണ്ട് മുറിച്ച് വെച്ചേക്കുന്നതാണ്. സൈഡൊക്കെ മുറിച്ചിട്ട് രണ്ടാക്കി മുറിച്ചേക്കണ
സാൻഡ്വിച്ചാണ്. ഇത് ഞാൻ ബ്രെഡ് സൈഡ് മുറിക്കാണ്ട് ബട്ടറിൽ പൊരിച്ചേക്കണതാണ്. 2 തരത്തിൽ ഉണ്ടാക്കിയേക്കണം. ഇവിടെ നല്ല മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ചായ എടുക്കാമെന്ന് വിചാരിച്ചു. ചായ എടുത്തിട്ടില്ല. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക കേട്ടോ. കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്യണതിൻ്റെ ഇത് പ്രോത്സാഹനങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. തൊട്ടടുത്ത ബെല്ലും കോളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയുടെ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.